ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള 7 വിധം ചമ്മന്തികളാണ്. ചോറിൻ്റെ കൂടെ ചമ്മന്തി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിച്ചമ്മന്തിയാണ്. അതിനു വേണ്ടി ഞാനൊരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ, ഒരു 10 കാന്താരിമുളക്, ഉപ്പ്, കുറച്ച് വിനീഗറും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണം. 10 കാന്താരിമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് മുളക് ചമ്മന്തി അരക്കാം. അതിന് വേണ്ടി 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ, ഉപ്പ്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഒരു 10 ചെറിയ ഉള്ളി, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുളക് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഉണക്കമുളക് വറവായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയും ഇതുപോലെ ഒന്ന് വന്നിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി അത്യാവശ്യം വേണ്ടവർക്ക് ഇത്ര എടുക്കാം, അതല്ല കുറച്ച് മതി എന്നുള്ളവർക്ക് പുളിയുടെ അളവ് കുറച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അത്യാവശ്യം മൊരിഞ്ഞ് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ വേണ്ടാന്നുള്ളവർക്ക് തേങ്ങ ഒഴിവാക്കാം. ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും നമുക്ക് 2 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി നെല്ലിക്ക ചമ്മന്തിയാണ് അരക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ഉപ്പ്, കുറച്ച് കറിവേപ്പില, 3 ചെറിയ ഉള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് അരിഞ്ഞതും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ചെറിയ ഉള്ളിയും 1 കഷ്ണം ഇഞ്ചി 2 പീസാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ അറിയാലോ. വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലതാണിത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരും നെല്ലിക്ക ചമ്മന്തി അരച്ച് കഴിക്കുക. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്, ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി തക്കാളി ചമ്മന്തിയാണ് ഇറക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഉപ്പ്, 10 ചെറിയ ഉള്ളി, 1/2 കപ്പ് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താൽ നമ്മൾ ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് നേരം മൂപ്പിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം.
ഇപ്പം നമ്മളുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതിനേക്കാൾ ടേസ്റ്റ് ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴാണ്. ഇനി നമുക്ക് നല്ലൊരു മാങ്ങ ചമ്മന്തി അരച്ചാലോ? അതിന് വേണ്ടി ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങ കേട്ടോ. 1 കപ്പ് തേങ്ങ, ഒരു 12 കാന്താരിമുളക്, ഉപ്പ്, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. മാങ്ങ ചെറിയ പീസാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കാന്താരിമുളകും ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മാങ്ങ ചമ്മന്തിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനി നമുക്ക് പണ്ടുള്ളവരൊക്കെ അരച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് അരക്കാൻ പോകുന്നത്. ഉണക്കമീൻ്റെ തല വെച്ചിട്ട്. ഉണക്കമീൻ്റെ തലയും പിന്നെ അതുപോലെ ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, മാങ്ങ, കുറച്ച് തേങ്ങ, ഒരു 4 ഉണക്കമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉണക്കമീൻ്റെ തല നമുക്ക് അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചെറിയ അയലക്കുട്ടികളുടെ തലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഉണക്കമുളക് കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കൂടി ഒന്ന് വറുത്ത് കോരണം. ഇനി നമുക്ക് ആദ്യം ഈ ഉണക്കമീൻ്റെ തലയൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങളാക്കിയതും ചെറിയ ഉള്ളി വറുത്ത് വെച്ചതും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ചമ്മന്തി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ 1 സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തതാണ്. ഇപ്പം നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റിയാണ്. നമ്മുടെ പഴയകാല ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തിപ്പൊടി ആയാലോ? കുറേ ചമ്മന്തി അരച്ചില്ലേ, ഇനി ചമ്മന്തിപ്പൊടി ആയിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 12 ഉണക്കമുളക്, ഇനി കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും, പിന്നെ കുരുമുളക്, ഉഴുന്നുപരിപ്പ്, പുളി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ, അപ്പോൾ അതിന് നല്ലൊരു മണവും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കറിവേപ്പില കൂടുതലിട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഈ പുളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും മുളകൊക്കെ എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട. ഇതൊരു കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ എൻ്റെ ഈ ചമ്മന്തികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തോന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.